നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്നെങ്കിലും തോന്നിയിട്ടുണ്ടോ, എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും എത്രയൊക്കെ പണം സമ്പാദിച്ചിട്ടും എന്തുകൊണ്ടാണ് കൈകളിൽ ലക്ഷ്യമിട്ട സമ്പത്ത് തങ്ങി നിൽക്കാത്തത് എന്ന്? എന്തുകൊണ്ടാണ് ചിലർ വളരെ പെട്ടെന്ന് വിജയത്തിന്റെ പടവുകൾ കയറുന്നത്, എന്നാൽ ഭൂരിഭാഗം ആളുകളും ഒരേ സ്ഥാനത്ത് തന്നെ കറങ്ങിത്തിരിയുന്നത്? ഇതിനുള്ള ഉത്തരം ഇന്നോ ഇന്നലെയോ ജനിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞരല്ല നമുക്ക് തരുന്നത്. പകരം ഇന്നേക്കേകദേശം 2400-ലധികം വർഷങ്ങൾക്ക് മുൻപ് തന്റെ അസാധാരണമായ ബുദ്ധികൂർമ്മത കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും ഒരു സാധാരണക്കാരനായ ചന്ദ്രഗുപ്ത മൗര്യനെ അഖണ്ഡഭാരതത്തിന്റെ ചക്രവർത്തിയാക്കി മാറ്റുകയും ചെയ്ത ഒരു മഹാന്റെ ചിന്തകളിലാണ് ഇതിനുള്ള ഉത്തരമുള്ളത്. അതാണ് ആചാര്യ ചാണക്യൻ. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഗ്രന്ഥമാണ് ചാണക്യനീതി. നമ്മളിൽ പലരും വിചാരിക്കുന്നത് പണം സമ്പാദിക്കാൻ വലിയ ബിസിനസ്സുകൾ തുടങ്ങണം, അല്ലെങ്കിൽ വലിയ ലോട്ടറി അടിക്കണം എന്നാണ്. എന്നാൽ ചാണക്യൻ പറയുന്നതല്ല. സമ്പാദ്യമെന്നത് പണം വരുന്ന വഴിയിലല്ല, അത് പോകുന്ന വഴിയിലാണ് ഒളിച്ചിരിക്കുന്നത് എന്ന്. ഭാരതീയ ചിന്തകളിൽ ഒരു വാക്കുണ്ട്, കൃപണത അല്ലെങ്കിൽ പിശുക്ക്. പലപ്പോഴും ഈ വാക്കിനെ നമ്മൾ ഒരു നെഗറ്റീവ് അർത്ഥത്തിലാണ് കാണാറുള്ളത്. എന്നാൽ ചാണക്യന്റെ ദർശനത്തിൽ ശരിയായ കാര്യങ്ങളിൽ കാണിക്കുന്ന പിശുക്ക് എന്നത് വെറുമൊരു ദാരിദ്ര്യമല്ല, മറിച്ച് അത് നിങ്ങളെ അതിവേഗം സമ്പന്നതയിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ തന്ത്രമാണ്. പണം ചിലവഴിക്കാതിരിക്കുന്നതല്ല പിശുക്ക്, മറിച്ച് ആവശ്യമില്ലാത്തിടങ്ങളിൽ നമ്മുടെ ഊർജ്ജവും പണവും സമയവും നഷ്ടപ്പെടുത്താതിരിക്കുന്നതാണ് യഥാർത്ഥ വിവേകം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ചാണക്യൻ നിർദ്ദേശിച്ച ആ 7 കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ 7 കാര്യങ്ങളിൽ നിങ്ങൾ കൃത്യമായ പിശുക്ക് കാണിച്ചാൽ, അതായത് വളരെ നിയന്ത്രണത്തോടെ മാത്രം ഇവ കൈകാര്യം ചെയ്താൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്തും ഐശ്വര്യവും ഒരു കാന്തിക ശക്തി പോലെ ആകർഷിക്കപ്പെടും. വളരെ ശ്രദ്ധയോടെ, ഒരു വരി പോലും വിട്ടുപോകാതെ ഈ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശ്രമിക്കുക. കാരണം ഇത് വെറുമൊരു അറിവല്ല, നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴികാട്ടിയാണ്. 1. അനാവശ്യമായ പണച്ചെലവ് അല്ലെങ്കിൽ അനാവശ്യ വ്യയം. ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നിപ്പറഞ്ഞിട്ടുള്ളത് പണത്തിന്റെ വിനിയോഗത്തെക്കുറിച്ചാണ്. ധനം എന്നത് ലക്ഷ്മീദേവിയുടെ പ്രതീകമാണ്. ലക്ഷ്മീദേവി ചഞ്ചലയാണ്, ഒരിടത്തും സ്ഥിരമായി നിൽക്കില്ല. എന്നാൽ അവളെ കെട്ടിയിടാൻ ഒരേയൊരു കയറിനെ സാധിക്കൂ, അതാണ് നിയന്ത്രണം. ആചാര്യൻ പറയുന്നു, ആയദ്വാരേ പുരുഷസ്യ പരീക്ഷ വ്യയദ്വാരേ തു യശസ്സോ. അതായത്, ഒരു മനുഷ്യന്റെ യോഗ്യത അവൻ പണം സമ്പാദിക്കുന്ന വഴിയിലൂടെയും അവന്റെ കീർത്തി അവൻ പണം ചിലവഴിക്കുന്ന രീതിയിലൂടെയുമാണ് അളക്കപ്പെടുന്നത്. പണത്തിന്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കുക എന്നു പറഞ്ഞാൽ വിശന്നിരിക്കുക എന്നല്ല അർത്ഥം. മറിച്ച് നിങ്ങളുടെ അഹംഭാവം തൃപ്തിപ്പെടുത്താൻ വേണ്ടി പണം ചിലവഴിക്കാതിരിക്കുക എന്നതാണ്. പുരാതന ഭാരതത്തിലെ ഒരു ഉദാഹരണം നോക്കാം. മൗര്യ സാമ്രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നിട്ടും ചാണക്യൻ താമസിച്ചിരുന്നത് ഒരു ചെറിയ കുടിലിലായിരുന്നു. ഒരിക്കൽ ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ ചാണക്യനെ സന്ദർശിക്കാൻ അദ്ദേഹത്തിന്റെ കുടിലിലെത്തി. സാമ്രാജ്യത്തിന്റെ അധിപനായ പ്രധാനമന്ത്രി ഒരു കൊട്ടാരത്തിലല്ല, മറിച്ച് വെറുമൊരു മൺകുടിലിൽ ജീവിക്കുന്നത് കണ്ട് ഫാഹിയാൻ അത്ഭുതപ്പെട്ടു. അവിടെ ഒരു ചെറിയ വിളക്ക് മാത്രമാണ് കത്തുന്നത്. ചാണക്യൻ ഫാഹിയാനോട് ചോദിച്ചു, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രാജ്യകാര്യമാണോ അതോ വ്യക്തിപരമായ കാര്യമാണോ? ഫാഹിയാൻ പറഞ്ഞു, നമ്മൾ സൗഹൃദം പുതുക്കാൻ വന്നതാണ്, വ്യക്തിപരമായ കാര്യമാണ്. ഉടനെ ചാണക്യൻ അതുവരെ കരിഞ്ഞുകൊണ്ടിരുന്ന വിളക്ക് കെടുത്തി മറ്റൊരു വിളക്ക് കൊളുത്തി. ഫാഹിയാൻ ഇതിന്റെ കാരണം തിരക്കിയപ്പോൾ ചാണക്യൻ പറഞ്ഞു, ആദ്യം കത്തിയത് രാജ്യത്തിന്റെ പണം കൊണ്ടുവാങ്ങിയ എണ്ണയൊഴിച്ച വിളക്കാണ്. ഇപ്പോൾ കത്തുന്നത് എന്റെ സ്വന്തം വരുമാനം കൊണ്ടുവാങ്ങിയ വിളക്കാണ്. വ്യക്തിപരമായ കാര്യത്തിന് രാജ്യത്തിന്റെ ധനം ഉപയോഗിക്കുന്നത് അധർമ്മമാണ്. ഇതാണ് യഥാർത്ഥ സാമ്പത്തിക അച്ചടക്കം. സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും അനാവശ്യമായി പണം ചിലവഴിക്കാത്ത ഈ പിശുക്കാണ് വലിയൊരു സാമ്രാജ്യത്തെ സാമ്പത്തികമായി ഭദ്രമാക്കാൻ ചാണക്യനെ സഹായിച്ചത്. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് 1 രൂപ ഇറങ്ങുമ്പോൾ അത് നിങ്ങളെ ധനികനാക്കാനാണോ അതോ മറ്റുള്ളവരുടെ കണ്ണിൽ ധനികനായി കാണിക്കാനാണോ എന്ന് ചിന്തിക്കുക. രണ്ടാമത്തേതാണെങ്കിൽ അവിടെ കടുത്ത പിശുക്ക് കാണിക്കുക. 2. വാക്കുകളിലെ പിശുക്ക് അല്ലെങ്കിൽ മൗനം. സമ്പന്നനാകാൻ വാക്കുകളിൽ എങ്ങനെയാണ് പിശുക്ക് കാണിക്കുക എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ ചാണക്യന്റെ അഭിപ്രായത്തിൽ സംസാരിക്കുന്നതിൽ പിശുക്ക് കാണിക്കുന്നവൻ, അതായത് മൗനം പാലിക്കാൻ അറിയുന്നവൻ, ലോകത്തെ ഏറ്റവും വലിയ ശക്തിശാലിയാണ്. പണം പോലെ തന്നെ സൂക്ഷിച്ചുപയോഗിക്കേണ്ട ഒന്നാണ് വാക്കുകൾ.
ചാണക്യസൂത്രത്തിൽ പറയുന്നു, വാചാലതയാ ഹി ദൂഷാഃ പ്രഭവന്തി മൗനാത് സർവാർത്ഥസാധനം. അതായത്, അമിതമായ സംസാരം ദോഷങ്ങളെ ക്ഷണിച്ചുവരുത്തുന്നു, എന്നാൽ മൗനത്തിലൂടെ എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കാൻ കഴിയും. നമ്മൾ എത്രത്തോളം അനാവശ്യമായി സംസാരിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ രഹസ്യങ്ങളും പദ്ധതികളും മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നു എന്നോ അല്ലെങ്കിൽ ഒരു വലിയ നിക്ഷേപം നടത്താൻ പോകുന്നു എന്നോ കരുതുക. അത് നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ എല്ലാവരോടും പറഞ്ഞു നടന്നാൽ ശത്രുക്കൾക്കോ അസൂയാലുക്കൾക്കോ അതിനെ തകർക്കാൻ എളുപ്പമായിരിക്കും. മഹാഭാരതത്തിലെ ഒരു ഉദാഹരണം നോക്കുക. ദ്രൗപദി കൗരവരെ നോക്കി കുരുടന്റെ മകൻ കുരുടൻ തന്നെ എന്ന് പരിഹസിച്ചു പറഞ്ഞ ഒറ്റ വാക്കാണ് മഹാഭാരത യുദ്ധത്തിന്റെ വിത്തുപാകിയത്. ഒരു വാക്ക് നിയന്ത്രിച്ചിരുന്നെങ്കിൽ, ആ വാക്കിൽ പിശുക്ക് കാണിച്ചിരുന്നെങ്കിൽ എത്രയോ വലിയ ജീവഹാനിയും ധനനഷ്ടവുമായിരുന്നു ഒഴിവാക്കാമായിരുന്നത്. ബിസിനസ്സിലും കരിയറിലും വിജയിച്ച ആളുകളെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. അവർ കേൾക്കാൻ കൂടുതൽ സമയം മാറ്റിവെക്കുകയും സംസാരിക്കാൻ വളരെ കുറച്ച് സമയം മാത്രം ഉപയോഗിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്ലാനുകൾ നിങ്ങളുടെ മനസ്സിൽ മാത്രം സൂക്ഷിക്കുക. അത് വിജയമായി പുറത്തുവരുമ്പോൾ ലോകമറിയട്ടെ. നിങ്ങളുടെ വാക്കുകളിൽ പിശുക്ക് കാണിക്കുക. അത് നിങ്ങളുടെ അന്തസ്സും ഒപ്പം സമ്പത്തും വർദ്ധിപ്പിക്കും. മൂന്നാമതായി, സമയത്തിന്റെ വിനിയോഗം അല്ലെങ്കിൽ കാലജ്ഞാനം. പണത്തേക്കാൾ വിലപ്പെട്ട ഒന്നാണ് സമയം എന്ന് നമ്മൾ പറയാറുണ്ട്. ചാണക്യൻ ഒരു പടി കൂടി കടന്നു പറയുന്നു, നഷ്ടപ്പെട്ട പണം തിരിച്ചുപിടിക്കാം, എന്നാൽ നഷ്ടപ്പെട്ട ഒരു നിമിഷം പോലും പ്രപഞ്ചത്തിലെ എല്ലാ സമ്പത്ത് നൽകിയാലും തിരിച്ചുകിട്ടില്ല. അതിനാൽ സമയത്തിന്റെ കാര്യത്തിൽ കടുത്ത പിശുക്കനായിരിക്കണം. ചാണക്യൻ പറയുന്നു, ന കാലാതിക്രമണം കാര്യം മഹത്സ്വപിച്ച കാര്യേഷു. അതായത്, വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഒരു നിമിഷം പോലും സമയം കളയാൻ പാടില്ല. വിജയിക്കാത്ത ആളുകളുടെ പ്രധാന ലക്ഷണം അവർ സമയം സുഹൃത്തുക്കളൊപ്പം വെറുതെയിരിക്കാനും അനാവശ്യ വിനോദങ്ങൾക്കും വേണ്ടി ധൂർത്തടിക്കുന്നു. ഇവിടെയാണ് നിങ്ങളൊരു സമയ പിശുക്കനാകേണ്ടത്. നിങ്ങളുടെ സമയം മറ്റുള്ളവർക്ക് സൗജന്യമായി വിട്ടുകൊടുക്കരുത്. ഓരോ മിനിറ്റും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിലേക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചിന്തിക്കുക. പ്രാചീന ഭാരതത്തിലെ ഋഷിമാർ സമയത്തെ കാലൻ അഥവാ ഈശ്വരനായിട്ടാണ് കണ്ടത്. സമയം കൃത്യമായി പാലിച്ചതുകൊണ്ടാണ് ചാണക്യന് നന്ദരാജവംശത്തെ താഴെയിറക്കി മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കാൻ കഴിഞ്ഞത്. ശത്രു ബലഹീനനായിരിക്കുന്ന കൃത്യമായ ആ സമയം നോക്കി അദ്ദേഹം കരുക്കൾ നീക്കി. നമ്മളും നമ്മുടെ ജീവിതത്തിൽ ടൈം മാനേജ്മെന്റ് അല്ല, ടൈം കൺസർവേഷനാണ് ചെയ്യേണ്ടത്. വെറുതെയിരിക്കുന്ന സമയങ്ങളിൽ പുതിയ സ്കില്ലുകൾ പഠിക്കുകയോ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് വായിക്കുകയോ ചെയ്യുക. മറ്റുള്ളവരുടെ അനാവശ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവഴിക്കാതിരിക്കാൻ നോ എന്ന് പറയാൻ ശീലിക്കുക. നാലാമതായി, അനാവശ്യമായ ബന്ധങ്ങളും സൗഹൃദങ്ങളും. നമ്മൾ ആരുമായാണ് സമയം ചിലവഴിക്കുന്നത് എന്നത് നമ്മുടെ ഭാവിയെ നിർണയിക്കുന്നു. ചാണക്യൻ സൗഹൃദങ്ങളുടെ കാര്യത്തിൽ വളരെ കർക്കശക്കാരനായിരുന്നു. എല്ലാവരെയും സുഹൃത്തുക്കളാക്കുന്നത് വലിയ വിഡ്ഢിത്തമാണ്. തെറ്റായ ആളുകളുമായുള്ള ബന്ധം നിങ്ങളുടെ പണം മാത്രമല്ല, നിങ്ങളുടെ സമാധാനവും നശിപ്പിക്കും. ചാണക്യ ശ്ലോകം ഇപ്രകാരമാണ്: ത്യജേത് ദുർജന സംസർഗം ഭജ സാധുസമാഗമം. ദുഷ്ടന്മാരുമായുള്ള സമ്പർക്കം ഉപേക്ഷിക്കുക, സജ്ജനങ്ങളുമായി മാത്രം കൂട്ടുകൂടുക. നിങ്ങളെ വഴിതെറ്റിക്കുന്ന മദ്യപാനത്തിനും ചൂതാട്ടത്തിനും ആഡംബരങ്ങൾക്കും പ്രേരിപ്പിക്കുന്ന സുഹൃത്തുക്കളുടെ കാര്യത്തിൽ ബന്ധങ്ങളിൽ വലിയ പിശുക്ക് കാണിക്കണം. നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന, നിങ്ങളെ നെഗറ്റീവ് ചിന്തകളിലേക്ക് തള്ളിവിടുന്ന ആളുകളോട് അകലം പാലിക്കുക. രാമായണത്തിലെ ഒരു ഉദാഹരണം നോക്കാം. കൈകേയി എന്ന രാജ്ഞി മഹാത്മാവായ ദശരഥന്റെ പ്രിയ പത്നിയായിരുന്നു. എന്നാൽ മന്ധര എന്ന ദാസിയുടെ തെറ്റായ സൗഹൃദവും ഉപദേശവും കേട്ടതുകൊണ്ടാണ് കൈകേയി രാമനെ കാട്ടിലയക്കാൻ ആവശ്യപ്പെട്ടതും ഒടുവിൽ ദശരഥന്റെ മരണത്തിനും അയോധ്യയുടെ തകർച്ചയ്ക്കും കാരണക്കാരിയായതും. ഒരു തെറ്റായ ബന്ധം ഒരു വലിയ സാമ്രാജ്യത്തിന്റെ സന്തോഷം ഇല്ലാതാക്കി. നിങ്ങളുടെ ജീവിതത്തിലും അനാവശ്യമായ സൗഹൃദങ്ങളുടെ എണ്ണം കുറയ്ക്കുക. കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായാലും അവർ നിങ്ങളെ വളരാൻ സഹായിക്കുന്നവരായിരിക്കണം. ബന്ധങ്ങൾ വളർത്തുന്നതിൽ പിശുക്ക് കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തെയും സാമ്പത്തിക ഭദ്രതയെയും സംരക്ഷിക്കും. അഞ്ചാമതായി, രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതിലെ നിയന്ത്രണം. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ ബലഹീനതകളും നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകളും എല്ലാവരോടും തുറന്നു പറയുന്ന സ്വഭാവമുണ്ടോ? എങ്കിൽ നിങ്ങൾ ഒരിക്കലും സമ്പന്നനാകാൻ പോകുന്നില്ല എന്ന് ചാണക്യൻ പറയും. രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിൽ അതീവ പിശുക്ക് കാണിക്കേണ്ടതുണ്ട്. ആചാര്യൻ വ്യക്തമാക്കുന്നു,
മനസാ ചിന്തിതം കർമ്മ വചസാന പ്രകാശയേത്. അതായത്, മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ പ്രവൃത്തി വരുന്നതുവരെ വാക്കുകളാൽ പുറത്തു പറയരുത്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എത്രത്തോളമുണ്ടെന്ന് മറ്റുള്ളവർ കൃത്യമായി അറിയാൻ പാടില്ല. നിങ്ങൾ വളരെയധികം പണക്കാരനാണെന്നറിഞ്ഞാൽ ആളുകൾ അസൂയയോടെ നിങ്ങളെ നോക്കും, അല്ലെങ്കിൽ കടം ചോദിച്ചുവരും. ഇനി നിങ്ങൾ ദരിദ്രനാണെന്നറിഞ്ഞാൽ സമൂഹം നിങ്ങളെ ബഹുമാനിക്കില്ല, മാറ്റി നിർത്തും. അതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക രഹസ്യങ്ങൾ എപ്പോഴും മൂടിവെക്കുക. പഞ്ചതന്ത്രത്തിലെ കഥകളിൽ നാം കാണാറുണ്ട്, സ്വന്തം രഹസ്യങ്ങൾ ശത്രുവിനു മുന്നിൽ അശ്രദ്ധമായി വെളിപ്പെടുത്തിയതുകൊണ്ട് ജീവനും സമ്പത്തും നഷ്ടപ്പെട്ട മൃഗങ്ങളുടെയും മനുഷ്യരുടെയും കഥകൾ. നിങ്ങളുടെ ബിസിനസ് തന്ത്രങ്ങൾ, നിങ്ങളുടെ സമ്പാദ്യം, നിങ്ങളുടെ അടുത്ത നീക്കങ്ങൾ എന്നിവ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളോടും അനാവശ്യമായി പങ്കുവെക്കരുത്. വിവരങ്ങൾ കൈമാറുന്നതിൽ പിശുക്ക് കാണിക്കുന്നത് നിങ്ങളെ എപ്പോഴും സുരക്ഷിതനാക്കി നിർത്തും. ആറാമതായി, ആഹാരത്തിലും ആസ്വാദനങ്ങളിലുമുള്ള മിതത്വം അഥവാ ഇന്ദ്രിയ നിഗ്രഹം. മനുഷ്യന്റെ നാവും ഇന്ദ്രിയങ്ങളുമാണ് അവന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. നാവിന് രുചിയുള്ള ഭക്ഷണം കഴിക്കാനും ശരീരത്തിന് സുഖം തരുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാനും മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ ആസ്വാദനങ്ങളിൽ നിയന്ത്രണം അല്ലെങ്കിൽ പിശുക്ക് കാണിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെ മാത്രമല്ല സമ്പാദ്യത്തെയും നശിപ്പിക്കും. ചാണക്യൻ ഇപ്രകാരം പറയുന്നു: അത്യന്തം കോപഃ കടുവാദിദാച്ച ദരിദ്രദാച്ച ആത്മവിധേയദാച്ച. അതായത്, അമിതമായ ദേഷ്യം, മോശം സംസാരം, ഇന്ദ്രിയ സുഖങ്ങളിലെ അമിത ആവേശം എന്നിവ ദാരിദ്ര്യത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇന്നത്തെ കാലത്ത് പുറത്തുനിന്നുള്ള ആഹാരശീലങ്ങൾ, അനാവശ്യ വിനോദയാത്രകൾ എന്നിവയെല്ലാം ഇതിൽപ്പെടും. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കുക എന്നാൽ പട്ടിണി കിടക്കുക എന്നല്ല, മറിച്ച് ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രം മിതമായി കഴിക്കുക എന്നാണ്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിനു മാത്രമേ കഠിനമായ അധ്വാനം ചെയ്യാനും പണം സമ്പാദിക്കാനും സാധിക്കൂ. അസുഖങ്ങൾ വന്നാൽ നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ ചികിത്സയ്ക്കായി കൊടുക്കേണ്ടിവരും. പുരാതന ഭാരതത്തിലെ രാജാക്കന്മാർ യുദ്ധത്തിനു പോകുന്നതിനു മുൻപ് ഉപവാസങ്ങളും കഠിനമായ വ്രതങ്ങളും അനുഷ്ഠിച്ചിരുന്നു. ഇത് അവരുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും മാനസിക ശക്തി വർദ്ധിപ്പിക്കാനും സഹായിച്ചു. ആസ്വാദനങ്ങളിൽ പിശുക്ക് കാണിക്കുന്ന വ്യക്തിക്ക് തന്റെ മനസ്സിനെ കൃത്യമായ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കാൻ സാധിക്കും. അവസാനമായി, ദയയും ദാനവും കാണിക്കുന്നതിലെ വിവേകം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം. ഭാരതീയ സംസ്കാരം എപ്പോഴും ദാനം ചെയ്യാനല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്? പിന്നെ എന്തുകൊണ്ടാണ് ചാണക്യൻ ദാനത്തിന്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കണം എന്ന് പറയുന്നത്? ഇവിടെയാണ് ചാണക്യന്റെ പ്രായോഗിക ബുദ്ധി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചാണക്യൻ ദാനത്തിനെതിരല്ല, എന്നാൽ അവിവേകപൂർണമായ ദാനത്തിന് അദ്ദേഹം എതിരാണ്. ചാണക്യൻ വ്യക്തമാക്കുന്നു: അതിദാനാത് ബലിർബദ്ധോ ഹി അതിമാനാത് സുയോധനഃ. അതായത്, അമിതമായി ദാനം ചെയ്തതുകൊണ്ടാണ് മഹാബലി ചക്രവർത്തിക്ക് പാതാളത്തിലേക്ക് പോകേണ്ടി വന്നത്. അമിതമായ അഭിമാനം കൊണ്ടാണ് ദുര്യോധനൻ നശിച്ചത്. ദാനം ചെയ്യേണ്ടത് അർഹതയുള്ളവർക്കാണ്. ജോലി ചെയ്യാൻ മടിപിടിച്ച് ഭിക്ഷയാചിക്കുന്നവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പണം വാങ്ങി അത് ദുരുപയോഗം ചെയ്യുന്നവർക്കോ ദാനം നൽകുന്നത് ധർമ്മമല്ല, അധർമ്മമാണ്. അതുപോലെ സ്വന്തം കുടുംബത്തിന്റെ ആവശ്യങ്ങൾ പോലും നിറവേറ്റാതെ കയ്യിൽ പണമില്ലാത്തപ്പോഴൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ വലിയ ആളാകാൻ വേണ്ടി കടം വാങ്ങി ദാനം ചെയ്യുന്ന പ്രവണത ചാണക്യൻ പൂർണ്ണമായും വിലക്കുന്നു. മഹാബലിയുടെ ചരിത്രം തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം. വാമനൻ വന്നപ്പോൾ തന്റെ ഗുരുവായ ശുക്രാചാര്യർ വിലക്കിയിട്ടും കേൾക്കാതെ മഹാബലി സർവസ്വവും ദാനം ചെയ്തു. ഒടുവിൽ അദ്ദേഹത്തിന് സ്വന്തം സാമ്രാജ്യവും സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു. ദയ കാണിക്കുന്നതിലും പണം സഹായിക്കുന്നതിലും ഒരു പരിധിയുണ്ടായിരിക്കണം. അവിടെ വിവേകത്തോടെയുള്ള പിശുക്ക് കാണിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിച്ച് നിങ്ങൾ ദരിദ്രനായി മാറും. ആദ്യം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സാമ്പത്തികമായി ഭദ്രമാക്കുക. അതിനുശേഷം മാത്രം വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം അർഹതപ്പെട്ടവർക്ക് നൽകുക. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ 7 കാര്യങ്ങൾ പണച്ചെലവ്, വാക്കുകൾ, സമയം, സൗഹൃദങ്ങൾ, രഹസ്യങ്ങൾ, ആസ്വാദനങ്ങൾ, ദാനം ഇവയിൽ ഒരു വ്യക്തി എപ്പോൾ പിശുക്ക് കാണിക്കാൻ തുടങ്ങുന്നുവോ അപ്പോൾ മുതൽ അയാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ദൃശ്യമാകും. ചാണക്യൻ ഒരിക്കലും നമ്മളോടൊരു ദരിദ്രനെപ്പോലെ ജീവിക്കാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത് മിതത്വം അഥവാ അച്ചടക്കമാണ്. ഒരു അണക്കെട്ട് കെട്ടിനിർത്തിയാൽ മാത്രമേ വെള്ളത്തിന് ശക്തിയുണ്ടാകൂ, അതിനെ കൃഷിക്കുപയോഗിക്കാൻ സാധിക്കൂ. അതുപോലെ നിങ്ങളുടെ ഊർജവും പണവും സമയവും അനാവശ്യമിടങ്ങളിലേക്ക് ഒഴുകിപ്പോകാതെ ഈ പിശുക്കിലൂടെ കെട്ടിനിർത്തിയാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സാമ്പത്തിക സാമ്രാജ്യം പണിയാൻ നിങ്ങളെ സഹായിക്കും. ഈ 7 കാര്യങ്ങളിൽ ഏതിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാറ്റം വരുത്തേണ്ടത് എന്ന് തോന്നുന്നത്?
അത് താഴെ കമന്റ് ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടാൻ തീർച്ചയായും ഇത് ഷെയർ ചെയ്യുക. ചാണക്യന്റെ ഇത്തരം വിജ്ഞാനപരമായ തന്ത്രങ്ങൾ ഇനിയും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, വീണ്ടും കാണാം.